എന്നും ഒരുപോലെ ഈ കറിയും ഉപ്പേരിയൊക്കെ വെച്ച് മടുത്തപ്പോഴാണ് ഇന്നൊരു തക്കാളിച്ചോറ് ഉണ്ടാക്കാൻ തോന്നിയത്. ഇടയ്ക്കൊരു മാറ്റങ്ങളൊക്കെ വേണ്ടേ അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ പച്ചക്കറികളൊക്കെ മുറിച്ചൊരു പൂക്കളം ഉണ്ടാക്കി വെച്ചു. ഈ പൂക്കളത്തിലുള്ള പച്ചക്കറികൾ സവാള, ക്യാരറ്റ്, ക്യാബേജ്, തക്കാളി, മല്ലിയില, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ്. പാനിൽ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു കഷ്ണം പട്ട, ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു, ഒരു ബേ ലീഫ്, അര ടീസ്പൂൺ പെരിഞ്ജീരകം ഇതെല്ലാം കൂടി ഒന്ന് പൊട്ടിച്ച ശേഷം സവാള, ക്യാരറ്റ്, തക്കാളി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കുക. കൂടെ തന്നെ അര ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, ചിക്കൻ മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. അടപ്പ് തുറന്നു കഴിഞ്ഞാൽ കാബേജും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തോളൂ. കറി വേണ്ടാന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ചോറ് വയ്ക്കാൻ മറക്കരുതേ. അപ്പോൾ വേവിച്ച് വെച്ച ചോറും കൂടി അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചോറ് ഇവിടെ റെഡിയായി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ നമ്മുടെ തക്കാളി ചോറ്. അപ്പോൾ ഈ ഒരു മാറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലേ? എന്നാൽ പിന്നെ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.